ക്യാൻ ക്ലാസിഫൈ ടാക്സേഷൻ ഇൻ ടു ടു, ഡയറക്റ്റ് ടാക്സസും ഇൻഡയറക്റ്റ് ടാക്സസും അല്ലെ. അതിന് നമ്മൾ എന്ത് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു? ടാക്സ് ഇൻസിഡൻസിനെയും അതേപോലെ അതന്നെ ടാക്സ് ഇൻസിഡൻസും ഇമ്പാക്റ്റും രണ്ട് ടൈമും വെച്ച് ഡിസ്കസ് ചെയ്തു. ഡയറക്റ്റ് ടാക്സസ് ആണെങ്കിൽ അതിൻ്റെ ഒരു 3 ടൈപ്പ് എക്സാമ്പിൾസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പിന്നെ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ്, ഇത്രയും കണ്ടു. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ നമ്മളെ മാറ്റിന്റെ ഡിസ്കഷൻ കഴിഞ്ഞ് സിൻടാക്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തി അല്ലെ. സിൻടാക്സ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ടു ഡിസ്കറേജ് ദി കൺസെപ്ഷൻ ഓഫ് നമ്മൾ ഡീമെറിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലെ. ദി കൺസെപ്ഷൻ ഓഫ് എ ഗുഡ് വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി സൊസൈറ്റി. സൊസൈറ്റിക്ക് ഉപയോഗമില്ലാത്ത ഗുഡ്സിനെയാണ് ഡീമെറിറ്റ് ഗുഡ്സ് എന്ന് പറയാം. ഈ ഡീമെറിറ്റ്സ് ഗുഡ്സിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിൻ ടാക്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാക്സ് ഓൺ ലിക്കർ, ടൊബാക്കോ, സിഗരറ്റ്, പാൻ മസാല, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സിൻ ടാക്സിന് എക്സാമ്പിൾ ആണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ടു ഡിസ്കറേജ് ദി കൺസെപ്ഷൻ ഓഫ് ഡീമെറിറ്റ് ഗുഡ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ? അതിന് ഹയർ ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന് അതിൽ നിന്നൊരു റവന്യൂ കിട്ടും. റവന്യൂ ജനറേറ്റ് ചെയ്യാനല്ല, ആ റവന്യൂ സ്പെസിഫിക്കലി എന്തിനു ഉപയോഗിക്കാം? സോഷ്യൽ വെൽഫെയർ, എസ്പെഷ്യലി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് റൺ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന് മേ ബി ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് കയറാം. നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ തീർത്ത് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് കയറും കേട്ടോ. നമ്മുടെ എക്കണോമിക്സിന്റെ ടൈംസിൽ പറയുകയാണെങ്കിൽ ഒരുപാട് 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 ചോദ്യങ്ങൾ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ബാങ്കിങ്. നമുക്ക് ഇന്ന് ബാങ്കിങ് തുടങ്ങിയിടാം. മോസ്റ്റ്ലി നാളെ ഒരു ക്ലാസ് വേണ്ടി വരും, അടുത്ത ആഴ്ച ഒരു ക്ലാസ്സും കൂടി വേണ്ടി വരും. അത്യാവശ്യം ഒരു വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. സർ, ഈ ലാൻഡ് വാങ്ങുമ്പോഴുള്ള ടാക്സ് അത് ഡയറക്റ്റ് ടാക്സ്? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അത് ഡയറക്റ്റ് ടാക്സ് എന്ന് നമ്മൾ അതിന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. നമ്മൾ അതിന് പ്രോപ്പർട്ടി ടാക്സ് എന്നൊക്കെയാണ് സാധാരണ പറയാടാ. അതിന് കൃത്യമായിട്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നല്ല, ജസ്റ്റ് പ്രോപ്പർട്ടി ടാക്സ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ടാക്സേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇന്ത്യയിലെ ടാക്സ് ബേസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. എന്താണ് മക്കളെ ഈ ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ആളുകളാണ് ടാക്സ് അടയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റഫ് ഫിഗർ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരുന്നു അല്ലെ. 130 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്നത് എത്രയാണ്? 8 കോടി ജനങ്ങളാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഈ ടാക്സുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്ന കുറച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള ടേംസ്? ഒരു 3 ടേമുകളെ കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സ് അവോയ്ഡൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് എന്ന് പറയുന്നത് ടാക്സേഷൻ ഇന്ത്യയിലെ കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം ഇന്ത്യയിലെ ടാക്സിൽ നിന്നുള്ള വരുമാനം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, GDP-യോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 16 തൊട്ട് 17% GDP-യുടെ. 16 to 17% ഓഫ് GDP ആണ്. എന്താണ് ഈ വാല്യൂയുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇൻ OECD കൺട്രീസ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ്, OECD കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US, യൂറോപ്പിലെയുള്ള ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒരു അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസ് നമ്മൾ ജനറലി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടാക്സ് ടു GDP റേഷ്യോ 30%, 30% ഓഫ് GDP ആണ്. ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈയർ. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയിൽ ടാക്സേഷൻ പോളിസീസിനെ ബൈപ്പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലീഗലി എങ്ങനെയാണ് ടാക്സ് അടയ്ക്കാതിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന 3 ടേംസ് ആണ്. ഒന്ന് ടാക്സ് അവോയ്ഡൻസ്, സെക്കൻഡ് വൺ ടാക്സ് ഇവേഷൻ, തേർഡ് വൺ ടാക്സ് മിറ്റിഗേഷൻ. ഞാൻ ഇതിനൊരു ഓർഡറിൽ എഴുതാം കേട്ടോ. ഇതിന് ഞാനൊരു ഓർഡറിൽ എഴുതാം. എന്താണ് ഓർഡറിന്റെ പ്രത്യേകത എന്ന് പറയാം. ഈ കൂട്ടത്തില് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഞാൻ ഈ 3 ടൈമിനെ ഒന്ന് ഓർഡറിൽ എഴുതാൻ പോവാന്ന്. പോസിറ്റീവിന്റെ ഓർഡറിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് വൺ ടാക്സ് മിറ്റിഗേഷൻ. എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇപ്പൊ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ലീഗലി ഇത് എന്താണ്? ഗവൺമെന്റ് റൂള് പ്രകാരം ഈ ടാക്സ് മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി അലൗഡ് ആണ്. എന്താന്ന് ഡിസ്കസ് ചെയ്യാം.
കമ്പയർ ചെയ്യാൻ എളുപ്പത്തിനാണ്. ഈ 3 പേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നമുള്ള ആളാണ്, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ഇല്ലീഗാലിറ്റി അല്ലെ നെഗറ്റീവ് എഫക്റ്റ് കൂടുതലുള്ള ആളെയാണ് ഞാൻ എന്തെന്ന് പേര് വിളിക്കുക? ടാക്സ് ഇവേഷൻ എന്ന് പറയും. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഈ രണ്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ആണ്. ടാക്സ് അവോയ്ഡൻസ് ഞാൻ അതിൽ 2 കാര്യങ്ങളുടെ നേരെയും ക്രോസ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിൽ ആ കൂടി ഞാൻ ടാക്സ് മിറ്റിഗേഷന്റെ നേരെ മാത്രമാണ് ടിക്ക് ഇട്ടിട്ടുള്ളൂ. അവോയ്ഡൻസ് ആണെങ്കിലും ഇവേഷൻ ആണെങ്കിലും രണ്ടിന്റെയും നേരെ ഞാൻ ക്രോസ് ആണ് ഇട്ടിട്ടുള്ളത്. സോ these 2 processes are illegal in India. Only the tax mitigation is allowed in India. അത് ഈ പോയിന്റ് ഓക്കെ ആണോ? എന്നിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് കയറാം. ടാക്സ് മിറ്റിഗേഷൻ, ടാക്സ് അവോയ്ഡൻസ് ആൻഡ് ടാക്സ് ഇവേഷൻ. ഇതിൽ ലീഗലി അലൗഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് മിറ്റിഗേഷൻ ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ടാക്സ് മിറ്റിഗേഷൻ, ദി തേർഡ് വൺ. ടാക്സ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇൻഡയറക്റ്റ് ടാക്സസിനാണെങ്കിലും ഡയറക്റ്റ് ടാക്സസിനാണെങ്കിലും പാർലമെന്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ഇൻകം ടാക്സ് ആണെങ്കിൽ ഏതാണ്? ഇൻകം ടാക്സ് ആക്ട് 1961. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഗവൺമെന്റ് നിയമം പാസ്സാക്കുമ്പോൾ അതിൽ ഗവൺമെന്റ് പറയും, നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചില ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് കുറച്ച് തരാന്ന് പറയും. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ LIC പോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. LIC പോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു പൈസ ഇൻഷുറൻസിലേക്ക് അടയ്ക്കണം അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റിന്റെ ഡിസ്കഷൻ എഴുതിയപ്പോ ഓർത്തിരുന്ന നിങ്ങളൊരു കാര്യം, ടാക്സബിൾ ഇൻകം, അതിൽ നിന്ന് ഡിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് കാണിക്കാം? ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഒരു എൽഡർലി പാരൻസ് ഉണ്ട് എന്ന് വിചാരിക്കും. പാരൻസ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ ആണോ? ഇപ്പോ പാരൻസിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി നിങ്ങൾ മാസം ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്തിൽ കാണിക്കാം? നിങ്ങളുടെ ടാക്സ് റിട്ടേണിൽ കാണിച്ച് അത് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഡിസേബിലിറ്റി ഉണ്ട് എന്ന് വിചാരിക്കും. ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ഡിഡക്ഷൻസിന് നിങ്ങൾക്ക് വല്ല കേൾവിക്കുറവോ അല്ലെങ്കിൽ കാഴ്ചക്കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം. അപ്പൊ ഇങ്ങനെ പല ഡിഡക്ഷൻസ് കാണിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ടാക്സ് അടയ്ക്കാനുള്ള എമൗണ്ട് കുറഞ്ഞു വരും. ഇതെന്താണ്? ലീഗലി അലൗഡ് ആണ്. ഇപ്പൊ എന്താണ് മിറ്റിഗേഷനും അവോയ്ഡൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാം? ഒരു വ്യക്തി ഫിസിക്കലി ഡിസേബിൾഡ് ആണ്. ഓക്കെ ആണോ? ഒരു വ്യക്തി ഫിസിക്കലി ഡിസേബിൾഡ് ആണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടറിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു. എനിക്ക് ഇത്ര ശതമാനം ഡിസേബിലിറ്റി ഉണ്ട്, സോ എനിക്ക് അതിന് വേണ്ടി എന്തുണ്ട്? ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇപ്പൊ എന്റെ ഇൻകത്തിൽ നിന്ന് ആ പൈസ കുറയ്ക്കണം, അതിനുശേഷമുള്ളത് ഞാൻ ടാക്സ് അടയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഡിസേബിലിറ്റി ഉള്ള ഒരാളാണ് ആ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതെങ്കിൽ നിയമപ്രകാരം ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. വേറൊരാള്, അയാൾക്ക് പ്രത്യേകിച്ച് ശാരീരിക പ്രശ്നമൊന്നും ഇല്ല, പക്ഷെ അയാൾ ഫേക്ക് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്തെന്ന്? ഐ ഹാവ് ഫിസിക്കൽ ഡിസേബിലിറ്റി, എനിക്കൊരു കാഴ്ചക്കുറവുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കേൾവി കുറവുണ്ട് എന്ന് പറഞ്ഞ് അയാൾ ഗവൺമെന്റ് ഡോക്ടറിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചു. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് അയാൾ ഒരു വർഷം എനിക്ക് ഇത്ര ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ടാക്സ് അടയ്ക്കേണ്ട പൈസ കുറച്ച് കാണിച്ചു. ആക്ച്വലി ഈ പറഞ്ഞ ഫിസിക്കൽ ഡിസേബിലിറ്റി ഇൻകം ടാക്സ് ആക്ടിൽ അലൗഡ് അല്ലേ? അലൗഡ് ആണോ? അത് അലൗഡ് ആണ്. പക്ഷെ അയാൾക്ക് ശരിക്കും ഡിസബിലിറ്റി ഇല്ല, അയാൾ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് ആ ഡിഡക്ഷൻ അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം? ടാക്സ് അവോയ്ഡൻസ്. ഈ രണ്ടുപേരും തമ്മിൽ കാര്യമായിട്ട് വലിയ വ്യത്യാസമില്ല. എന്താ വ്യത്യാസം എന്ന് പറയുന്നത്? ഗവൺമെന്റ് എന്തെങ്കിലും എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലീഗലായിട്ട് ആ എക്സെപ്ഷൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ എക്സെപ്ഷന് വാലിഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ടാക്സ് മിറ്റിഗേഷൻ എന്ന് പറയുക. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോഴോ ആ ഒരു ബെനിഫിറ്റ് ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് യൂസ് ചെയ്ത് ടാക്സ് അടയ്ക്കാത്ത ആളുകളെ വിളിക്കുന്ന പേരാണ് ടാക്സ് അവോയ്ഡൻസ്. സിമ്പിൾ എക്സാമ്പിൾ, ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയും, UPSC ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. കുറച്ച് ദിവസം മുന്നേ വരെ പൂജ കേത്കർ എന്ന് പറയുന്ന ഒരു IAS പ്രൊബേഷണറെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അല്ലെ? ഞാനിപ്പോ മസൂറിയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ ഇപ്പൊ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഓക്കെ അല്ലേ?
അപ്പൊ അദ്ദേഹം പലതരത്തിലുള്ള ഇപ്പൊ UPSC OBC-കാർക്ക് റിസർവേഷൻ കൊടുക്കാനാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? നോൺ ക്രിമിലെയർ എന്നൊരു കണ്ടീഷൻ കൊണ്ടുവന്ന്. പോളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തില്ലേ നിങ്ങൾക്ക്? എത്തിയിട്ടുണ്ടാവണം അല്ലെ? അതിൽ നിങ്ങളെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 16 പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ 15 പറയുന്ന കണ്ടീഷൻ ഉണ്ട്. എല്ലാ OBC-കാർക്കും റിസർവേഷൻ കിട്ടോ? ഇല്ല. OBC-യില് ആനുവൽ ഇൻകം 8 ലക്ഷത്തിന് താഴെയുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ് എന്ത്? നോൺ ക്രിമിലെയർ. അപ്പൊ ഒരാള് 8 ലക്ഷത്തിന് താഴെയാണ് വരുമാനം, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് എടുത്ത് ജോലി നേടുകയാണെങ്കിൽ അത് ഏത് ടൈപ്പിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? മിറ്റിഗേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരാളുടെ പാരന്റ്സിന്റെ ഇൻകം വർഷം 40 ലക്ഷമാണെന്ന് വിചാരിക്കുക. അയാൾ 8 ലക്ഷത്തിന് താഴെ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് ജോലി എടുത്താലോ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സാമ്പിൾ ഓഫ് ടാക്സ് അവോയ്ഡൻസ്. ഗവൺമെന്റ് പറയുന്ന നിയമം അത് പ്രാബല്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ മിറ്റിഗേഷനും, അല്ലാത്തതിന് അവോയ്ഡൻസ്. എക്കണോമിയിലെ എക്സാമ്പിൾ എടുക്കട്ടെ. നമ്മൾ ഭാവിയിൽ പഠിക്കും സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ പഠിക്കും. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ചില പ്രദേശങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗുജറാത്തിൽ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു പുതിയൊരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് അതിന് ഒരുപാട് ഇൻസെന്റീവ്സ് കൊടുക്കും. ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കണ്ട, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ടാക്സ് എത്രയാണോ അതിന്റെ പകുതി അടച്ചാൽ മതി. അങ്ങനെ പല ഇൻസെന്റീവ്സ് കൊടുക്കും. അത്തരത്തിലുള്ള ഇൻസെന്റീവ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്? ടാക്സ് മിറ്റിഗേഷൻ. അപ്പൊ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിന് പുറമെയുള്ള ഒരു കമ്പനി പകുതി ടാക്സ് അടച്ചാലോ അത് മിറ്റിഗേഷൻ ആവോ? ഇല്ല. അവരെന്തെന്നെ പേ ചെയ്യണം? ഫുൾ ടാക്സ് അടയ്ക്കണം. എക്സാമ്പിൾ ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ഇവേഷൻ. ഇവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കമ്പനികളുടെ എക്സാമ്പിൾ കണ്ടു. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 200 കോടിയാണ്. അവർ പലതരത്തിലുള്ള ഡിഡക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടാക്സ് അടയ്ക്കാനുള്ള പൈസ എത്രയാക്കി കാണിക്കും? 0 ആയിട്ട് കാണിക്കും. ദാറ്റ് ഈസ് നമ്മുടെ ഇൻകം അണ്ടർ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് പ്രോപ്പറായിട്ട് ടാക്സ് അടയ്ക്കാതെ ചെയ്യുന്ന അത്തരം ആക്ടിവിറ്റീസിന് പറയുന്ന പേരാണ് എന്ത്? ടാക്സ് ഇവേഷൻ. അപ്പോ അവോയ്ഡൻസ് ഇവേഷനും തമ്മിൽ എന്തായിരിക്കും ഡിഫറൻസ്? കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അവോയ്ഡൻസും മിറ്റിഗേഷൻ ആണെങ്കിൽ അതിന് എന്തുണ്ട്? ഒരു നിയമത്തിന് മുൻനിർത്തി അല്ലെങ്കിൽ ഒരു ഡിഡക്ഷനെ മുൻനിർത്തിയാണ് അവർ എന്ത് ഉപയോഗിക്കുന്നത്? മിറ്റിഗേഷനും അവോയ്ഡൻസ് ഉപയോഗിക്കുന്നത്. ഇവേഷന് പ്രത്യേകിച്ച് അവരൊരു ഡിഡക്ഷൻ ഉപയോഗിക്കില്ല. എനിക്ക് വരുമാനം ഇല്ല എന്ന് പറഞ്ഞ് അവരെന്ത് കുറച്ച് കാണിക്കും? ടാക്സിന്റെ എമൗണ്ട് കാണിക്കും. ഒരു വർഷം എനിക്ക് 1000 കോടിയാണ് ഇൻകം എങ്കിൽ അവരെന്തെന്ന് കാണിക്കും? 800 കോടി ഇൻകം ഉള്ളൂ എന്ന് പറഞ്ഞ് ടാക്സ് അടയ്ക്കുന്നത് കുറയ്ക്കും. So difference between avoidance and evasion is very simple. അവോയ്ഡൻസിൽ ഏതെങ്കിലും ഗവൺമെന്റ് ലോയോ ഡിഡക്ഷനോ അവർ എടുത്തു കാണിക്കും. ഇവേഷനിൽ യാതൊരു ലെജിസ്ലേറ്റീവ് ബാക്കിങ്ങും ഇല്ല. സിംപ്ലി വരുമാനം ഇല്ല എന്ന് പറഞ്ഞ ഒരു ടാക്സ് അടയ്ക്കില്ല. ഇതാണ് വ്യത്യാസം. ഇനി ടാക്സ് അവോയ്ഡൻസിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ്. ഒരു വർഷം പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. എന്താണ് ഈ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗിൽ നടക്കുന്നതെന്ന് കാണിക്കാം. ഇതൊരു ഡയഗ്രം ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യും. എന്താണ് ആരോസ്, ഏതൊക്കെ ഡയറക്ഷനിലൊക്കെയാണ്, ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് നോക്കാം കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എക്സ്പ്ലനേഷൻ. ഇതിലെ കൺട്രി 1 ഞാനൊരു പേര് കൊടുത്തു, ഇന്ത്യ. ഇവിടെ കമ്പനി ABCക്ക് ഞാൻ പേര് കൊടുത്തു ടാറ്റ. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഗുഡ്സിന് ഞാൻ പേര് കൊടുത്തു ടാറ്റ നാനോ. ഇതുവരെ ഓക്കെ ആണോ? കൺട്രി 2 ഞാനൊരു പേര് കൊടുക്കാണ് ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്. വേണ്ട, നിങ്ങൾക്ക് പരിചയമുള്ള വേറൊരെണ്ണം കൊടുക്കാം. മൗറീഷ്യസ് കേട്ടിട്ടുണ്ടോ? കുറെ സിനിമകളിലൊക്കെ സ്ഥിരം കേൾക്കുന്ന സാധനങ്ങളാണ്. പൊളിറ്റീഷ്യൻസിന്റെ കള്ളപ്പണം കൊണ്ടുപോയി മുക്കി വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു. പോട്ടെ, സ്വിറ്റ്സർലൻഡ് പരിചയമില്ലേ? സ്വിസ് ബാങ്ക്. ഓക്കെ അല്ലേ? ഇതുവരെ പ്രശ്നമില്ലല്ലോ. ഇതില് ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ടാക്സ്. ജസ്റ്റ് ഈ സിറ്റുവേഷൻസ് മനസ്സിലാക്കാട്ടാ. ഞാൻ ഓരോ റഫ് ഫിഗേഴ്സ് ആണ് ഇവിടെ എഴുതുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 30%. കൺസിഡർ
സ്വിറ്റ്സർലൻഡിലെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 10%. എത്രയാണ്? 10%. ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു കാര്യം മനസ്സിലായി, ഏത് രാജ്യത്താണ് ടാക്സ് കുറവ്? ഇതിന്റെ മീനിങ് എന്താ? ഇന്ത്യയിൽ ഒരാള് ഒരു ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എത്ര ശതമാനം ഇൻകത്തിന്റെ ടാക്സ് അടയ്ക്കണം? 30% ടാക്സ് അടയ്ക്കണം. മറിച്ച് ആ സെയിം കമ്പനി തന്നെ സ്വിറ്റ്സർലൻഡിലാണ് പൈസ ഏൺ ചെയ്യുന്നതെങ്കിലോ വരുമാനത്തിന്റെ എത്ര ശതമാനം ടാക്സ് അടച്ചാൽ മതി? 10%. എല്ലാ കമ്പനികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ടാക്സ് കൂടുതൽ കൊടുക്കാനായിരിക്കോ ടാക്സ് കുറച്ചു കൊടുക്കാനായിരിക്കോ താല്പര്യം? കുറച്ചു കൊടുക്കാൻ, അല്ലെ? അപ്പൊ മൾട്ടിനാഷണൽ കമ്പനീസ് അപ്പൊ ഒരു ഉഡായിപ്പ് പരിപാടിയായിട്ട് ഇറങ്ങാൻ പോകണം. ശ്രദ്ധിച്ചു നോക്ക്, അവർ സ്വിറ്റ്സർലൻഡിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യും. ഈ കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് ഷെൽ കമ്പനി. എന്തെന്ന പേര്? ഷെൽ കമ്പനി. ഈ ഷെൽ കമ്പനി എന്താന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്പനി സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാവില്ല. ഈ ഷെൽ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ആ കമ്പനി അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങോ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലോ ചെറിയൊരു മുറിയായിരിക്കും. വെറും പേപ്പറിൽ മാത്രം അല്ലെങ്കിൽ റെക്കോർഡിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് ഷെൽ കമ്പനി. അപ്പൊ എന്താണ് ടാറ്റ ചെയ്യാൻ പോണേന്ന് അറിയോ? ടാറ്റ പറയാണ്, ഞങ്ങളെ ഈ നാനോ കാറിന്റെ ഡിസൈൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണ്? സ്വിറ്റ്സർലൻഡിൽ ഞങ്ങളുടെ ഒരു കമ്പനി ഉണ്ട്, XYZ. അവരാണ് നാനോ എന്ന് പറയുന്ന കാറിന്റെ പുതിയ ഡിസൈൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇന്ത്യയിലുള്ള ടാറ്റോ നാനോ കമ്പനി ആ ഡിസൈൻ വാങ്ങി. ഡിസൈൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? കോപ്പി റൈറ്റ്, ഡിസൈൻ, ട്രേഡ് മാർക്ക്, ലിറ്ററേച്ചർ, മ്യൂസിക്, ഇതിനെല്ലാത്തിനെയും വിളിക്കും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ആരാണോ ക്രിയേറ്റ് ചെയ്ത ആള്, ആ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? റോയാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻകം കൊടുക്കണം, ആ പറയുന്ന ഇൻവെൻഷൻ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ. അപ്പോ XYZ സ്വിറ്റ്സർലൻഡിലുള്ള കമ്പനി നാനോയുടെ ഡിസൈൻ ഉണ്ടാക്കി. ആ ഡിസൈൻ ഇന്ത്യയിലുള്ള ടാറ്റക്കാർ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കിയേ, സ്വിറ്റ്സർലൻഡിലെ ആ കമ്പനിക്ക് എന്ത് കൊടുക്കണം? ഒരു ഇൻകം അല്ലെങ്കിൽ പൈസ കൊടുക്കണം. ശരിയാണോ? ഇപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വിചാരിക്കേ. ടാറ്റക്കാരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 കോടിയാണ്. എത്ര? ഇന്ത്യയിൽ 10 കോടി ജനറേറ്റ് ചെയ്തു. അവര് പറയാണ് അതിൽ 8 കോടി എന്ന് പറയുന്നത് ഞങ്ങൾ എന്തിനു വേണ്ടി പേ ചെയ്തു? സ്വിറ്റ്സർലൻഡിലെ കമ്പനിയിൽ നിന്നും നാനോ കാറിന്റെ ഡിസൈൻ വാങ്ങിയതിന് ഞങ്ങൾ എന്ത് ചെയ്തു? പേ ചെയ്തു. പേ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 10 - 8 = 2 കോടി. 2 കോടിയുടെ 30% മാത്രം ഇന്ത്യയിൽ അടയ്ക്കും. ഈ 8 കോടിയുടെ 10% എവിടെ അടയ്ക്കും? സ്വിറ്റ്സർലൻഡിൽ അടയ്ക്കും. അവര് ടോട്ടൽ അടയ്ക്കുന്ന ടാക്സ് മൊത്തത്തിൽ കുറഞ്ഞു കിട്ടിയില്ലേ? ടെക്നിക്കലി നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തേലും റൂൾസ് വയലേഷൻ ഉണ്ടോ? ടെക്നിക്കലി എന്തെങ്കിലും റൂൾസ് വയലേഷൻ ഉണ്ടോ? ഇന്ത്യയിൽ അവരുടെ വരുമാനം 2 കോടി, 2 കോടിക്ക് ടാക്സ് അടച്ചു. സ്വിറ്റ്സർലൻഡിൽ അവരുടെ വരുമാനം 8 കോടി, 8 കോടിക്ക് എവിടെ ടാക്സ് അടച്ചു? ഈ ചെയ്യുന്ന പരിപാടിയുടെ പ്രശ്നം എന്താ? What is the consequences? Who loses tax income? സ്വിറ്റ്സർലൻഡ് ആണ്, ഇന്ത്യ ആണ്? ഇന്ത്യ ലൂസസ് ടാക്സ് ഇൻകം. ഇത്തരത്തിലുള്ള ഈ കൺട്രീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സ് ഹെവൻ. പല ടൈമുകൾ കണ്ടുകൂടാ. ഇത്തരം കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ഹെവൻ. എന്താണ് ഈ ടാക്സ് ഹെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെരി ലോ ടാക്സേഷൻ ഓർ നെഗ്ലിജിബിൾ ടാക്സേഷൻ ഉള്ള രാജ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ടാക്സ് ഹെവൻ. എക്സാമ്പിൾ: സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂർ, മൗറീഷ്യസ്, കെയ്മൻ ഐലൻഡ്, ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്. ക്ലിയർ ആണോ? ഇത്തരം രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത ടാക്സ് വളരെ കുറവായിരിക്കും. അപ്പൊ പല മൾട്ടിനാഷണൽ കമ്പനീസ്, ടാറ്റ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തു എന്നുള്ളൂ, പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന പല കമ്പനീസ്. എക്സാമ്പിൾ: ട്വിറ്റർ, നമ്മുടെ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, മെറ്റ, ഫേസ്ബുക്കിന്റെ പേരന്റ് ഓർഗനൈസേഷൻ. ഇവരുടെ എല്ലാം പ്രത്യേകത എന്താ? ഒരു സിംഗിൾ കൺട്രിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, ഒരുപാട് രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ വരുമാനത്തിൽ ഭൂരിഭാഗവും ടാക്സ് ഹെവനിൽ നിന്നാണെന്ന് അവരെന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. അവിടെ എന്ത് പേ ചെയ്യും? വെരി നെഗ്ലിജിബിൾ ടാക്സ് അവര് എന്ത് ചെയ്യും? പേ ചെയ്യും. ഈ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ബേസ് ഇറോഷൻ ആൻഡ്
പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ്. ലീഗലി നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാന്ന്. പക്ഷെ യഥാർത്ഥ ഇൻകം ഏത് നാട്ടിൽ നിന്നാണ് ജനറേറ്റ് ചെയ്ത് ദാറ്റ് പർട്ടിക്കുലർ കൺട്രി ഈസ് ലൂസിങ് ടാക്സബിൾ ഇൻകം. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി. വാട്ട് ഈസ് BEPS? Multinational enterprises exploit gaps and mismatches between different countries' tax system. ഓക്കെ അല്ലേ? ഇത് വായിച്ചാൽ മനസ്സിലാവില്ല. എക്സാമ്പിൾ ക്ലിയർ അല്ലേ? പല ടൈമുകൾ പരിചയപ്പെടുത്തു. ആദ്യത്തെ ടൈം എന്ത്? ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ ടാക്സ് ഹെവനിലുള്ളൊരു പേപ്പർ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ there won't be any organization in actual presence. They will just create a document for that. ഓക്കെ ആണോ? രണ്ടാമത്തെ ടാക്സ് ഹെവൻ. എന്ത് ടാക്സ് ഹെവൻ എന്ന് പറഞ്ഞാൽ വെരി ലോ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉള്ള ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ കൺട്രീസിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ഹെവൻ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഈ ഒരു പ്രശ്നം, ഈ ടാക്സ് അവോയ്ഡൻസ് അല്ലെങ്കിൽ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ എന്നല്ല ഈവൻ ഡെവലപ്ഡ് കൺട്രീസ് വരെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ ഗ്ലോബലി ഈ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആണ് എന്ത്? OECD ആൻഡ് G20 കൺട്രീസ്. ഇതെല്ലാം ഇന്റർനാഷണൽ റിലേഷൻസിൽ പഠിക്കും കേട്ടോ. OECD എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലെ ഇറ്റലി, US, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് ഇതേപോലെയുള്ള കുറച്ച് കൺട്രീസിന്റെ ഒരു അസോസിയേഷൻ ആണ് OECD. OECDയുടെ ഒരു ഇമ്പോർട്ടൻസ്, ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് OECD. G20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്ലോബൽ എക്കണോമീസ്. ഗ്ലോബൽ എക്കണോമി എന്ന് പറയുമ്പോൾ അതിൽ ഡെവലപ്ഡ് കൺട്രീസ് മാത്രമല്ല. ഇന്തോനേഷ്യ ഡെവലപ്ഡ് കൺട്രി അല്ല, ബ്രസീല് ഡെവലപ്ഡ് കൺട്രി അല്ല, സൗദി അറേബ്യ ഡെവലപ്ഡ് കൺട്രി അല്ല, ഇന്ത്യ ഡെവലപ്ഡ് കൺട്രി അല്ല. പക്ഷെ ഈ കൺട്രീസ് എല്ലാം എന്തിന്റെ ഭാഗമാണ്? G20യുടെ ഭാഗമാണ്. G20 എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ പ്ലസ് ആഫ്രിക്കൻ യൂണിയൻ പ്ലസ് 19 കൺട്രീസ് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് കറണ്ട് അഫെയറിലോ IRലോ പഠിക്കും. അപ്പൊ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഓർ 15 പില്ലർ ടു അവോയ്ഡ് ടാക്സ് അവോയ്ഡൻസ്. ജസ്റ്റ് കേട്ടാൽ മതി കേട്ടോ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് ആണ്, ഗ്ലോബൽ മിനിമം കോർപ്പറേറ്റ് ടാക്സ്. OECD കൺട്രീസ് അതേപോലെ തന്നെ G20 കൺട്രീസ്, വെരി റീസെന്റ് ദി മോസ്റ്റ് പവർഫുൾ നേഷൻസ് ഇൻ ദി വേൾഡ് G7 കൺട്രീസ്, എല്ലാ രാജ്യങ്ങളും കോമൺ ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഒരു ആശയമാണ് എന്ത്? ഗ്ലോബൽ മിനിമം കോർപ്പറേറ്റ് ടാക്സ്. എന്താണ് ഇതിന്റെ ഐഡിയ എന്ന് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് ടാറ്റാക്കാര് സ്വിറ്റ്സർലൻഡിൽ കുറെ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം? സ്വിറ്റ്സർലൻഡില് ടാക്സ് എന്ന് പറഞ്ഞത് വളരെ കുറവ് അല്ലെങ്കിൽ മിനിമം ആയതുകൊണ്ട് അല്ലെ. അപ്പൊ എല്ലാ രാജ്യങ്ങളും കൂടി ഒരു കൺസെൻസസിൽ എത്താണ്. എന്താ കൺസെൻസസ് എന്നറിയോ? എല്ലാ രാജ്യങ്ങളിലെയും കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അതിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ ആ രാജ്യത്തിന് കൂട്ടാം, പക്ഷെ ഒരിക്കലും അതിന് താഴേക്ക് കുറയ്ക്കാൻ പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുവന്നാലോ അതിനൊരു വാല്യൂ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. G7 അല്ലെങ്കിൽ OECD കൺട്രീസ് എത്രയാണ്? 15%. എത്ര? 15%. അപ്പൊ ഒരു രാജ്യങ്ങളും അവരുടെ കോർപ്പറേറ്റ് ടാക്സ് എന്തിനേക്കാളും കുറയ്ക്കാൻ പാടില്ല? 15%-നേക്കാളും കുറയ്ക്കാൻ പാടില്ല. അതിന് മുകളിലേക്ക് കൂട്ടാം കൂട്ടാതിരിക്കാതെ ആ രാജ്യത്തിന്റെ ഇൻഡിവിജ്വൽ ഡിസ്ക്രിപ്ഷൻ ആണ്. എന്തായിരിക്കും ഇങ്ങനെ ഒരു ആശയം ഇംപ്ലിമെന്റ് ചെയ്ത അതിന്റെ അഡ്വാൻറ്റേജ്? ജസ്റ്റ് തിങ്ക് ആൻഡ് ആൻസർ. എന്തായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജ്? ഇന്ത്യയിലെ പ്രസന്റ് കോർപ്പറേറ്റ് ടാക്സ് കേട്ടോ, ഇന്ത്യയിലത്തെ പ്രസന്റ് കോർപ്പറേറ്റ് ടാക്സ് 22%. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ സ്വിറ്റ്സർലൻഡ് എടുത്തു, അവിടെ മിനിമം 15. അപ്പൊ അവര് ഏറ്റവും മിനിമം വാല്യൂവിനെ അവിടെ വെച്ചു 15%. ഈ 7% ഡിഫറൻസിന് വേണ്ടിയിട്ടും ഞാൻ നേരത്തെ 10 ഒരു രസത്തിന് എഴുതി കാണിച്ചതാണ് കേട്ടോ. ഇനി ആക്ച്വൽ പ്രാക്ടീസ് സ്വിറ്റ്സർലൻഡിൽ അത് 5, 4, 3 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കി, ഇന്ത്യയിൽ 22ഉം സ്വിറ്റ്സർലൻഡിൽ 15 ആണെങ്കിൽ ഈ ചെറിയ ഡിഫറൻസിന് വേണ്ടി അവർ എന്ത് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല? ഇത്തരത്തിലുള്ള ഉഡായിപ്പ് പരിപാടികൾക്ക് നിൽക്കില്ല. ഇൻ കേസ് അവര് ഇത്തരത്തിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്തു എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹൈ പെനാലിറ്റി ഇമ്പോസ് ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ ടാക്സ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഇതിലേക്ക് കിടക്കുള്ളൂ, BEPS കിടക്കുള്ളൂ. ഇത്തരത്തിലുള്ള നാരോ മാർജിൻ ആണെങ്കിൽ ജനറലി BEPS നടക്കില്ല. ഇന്ത്യക്ക് എന്ത് കിട്ടും? ടാക്സ് കിട്ടും. നല്ലൊരു ആശയല്ലേ? ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല കേട്ടോ.
സ്റ്റിൽ ഇൻ ഡിസ്കഷൻ സ്റ്റേജ്. എല്ലാ രാജ്യങ്ങളും ഇത് അഡോപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നോർമലി ടാക്സ് ഹെവൻ കൺട്രീസ് ഇത് അപ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? ഇല്ല. ടാക്സ് ഹെവൻ കൺട്രീസിന് കിട്ടുന്ന ഇൻകം അവർ വേണ്ട. അവർ ടാക്സ് ഹെവൻ ആവുന്നത് എപ്പോഴാ? കോർപ്പറേറ്റ് ടാക്സ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാ. നോർമലി അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സജഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഒന്ന് റിവൈസ് ചെയ്യാണ്, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. 3 ടേമുകൾ ആദ്യം പരിചയപ്പെട്ടു. ടാക്സ് മിറ്റിഗേഷൻ, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ. ടാക്സ് മിറ്റിഗേഷൻ ലീഗലി അലൗഡ് ആണോ? അലൗഡ് ആണ്. ടാക്സ് മിറ്റിഗേഷന് ഉപയോഗിക്കുന്ന ഡിഡക്ഷൻ എന്തെങ്കിലും ഒരു ഫോൾസ് മെത്തഡിലൂടെ ഉപയോഗിക്കുന്നതാണ് ടാക്സ് അവോയ്ഡൻസ്. എന്ത് ടാക്സ് ഇവേഷൻ? നമ്മുടെ ഇൻകം അണ്ടർ റിപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കാതെ ചെയ്യുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഇവോഷൻ. BEPS കണ്ടു, ഷെൽ കമ്പനി കണ്ടു, ടാക്സ് ഹെവൻ കണ്ടു. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സജഷൻ ഗ്ലോബൽ മിനിമം കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കണ്ടു.